ഏവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിലവിൽ LPST, UPST വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്കും അതുപോലെ PSC, LPST, UPST റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിധിയാണ് സെപ്റ്റംബർ 1 സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരുപോലെ ആശങ്കയും അവസരങ്ങളും ഉണ്ടാക്കുന്ന ഒരു വിധിയാണ്. നമ്മളത് വിശദമായിട്ട് പരിശോധിക്കുകയാണ്. നിലവിലുള്ള അധ്യാപകർക്ക് ടെറ്റ് പരീക്ഷ പാസ്സാകണം എന്നുള്ള ഈ ഒരു വിധി നിലവിലുള്ള അധ്യാപകരും അതുപോലെ PSC ഉദ്യോഗാർത്ഥികളും വിശദമായി തന്നെ പല സ്ഥലത്തു നിന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാലും അതിലുള്ള അധ്യാപകരുടെ പല രീതിയിലുള്ള ആശങ്കകളാണ് ഒന്നാമതായി നമ്മൾ പരിശോധിക്കുന്നത്. അതുപോലെ ഇത് തുറന്നു കിട്ടുന്ന അവസരങ്ങൾ, അതായത് LPST, UPST പോലെയുള്ള PSC എക്സാം എഴുതി കാത്തിരിക്കുന്നവർക്കുള്ള ഒരു സുവർണ അവസരമായിട്ടും ഈ ഉദ്യോഗാർത്ഥികൾ ഇതിനെ കാണുന്നുണ്ട്. ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഈ വിധി വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ രണ്ട് രീതിയിലുള്ള അധ്യാപകരായിട്ടാണ് ഈ വിധി പറയുന്നത്. ഒന്ന്, വിരമിക്കാൻ 5 വർഷത്തിൽ താഴെ മാത്രം ബാക്കിയുള്ളവർ, അതൊന്ന്. രണ്ടാമത്തേത്, വിരമിക്കാൻ 5 വർഷമോ അതിൽ കൂടുതലോ, അതായത് 1/9/2025 5 വർഷമോ അതിൽ കൂടുതലോ വിരമിക്കാൻ ബാക്കിയുള്ള അധ്യാപകർ. ഇവർക്ക് രണ്ടു പേർക്കും രണ്ട് രീതിയിലാണ് ഇപ്പോൾ ഉള്ള നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിരമിക്കാൻ 5 വർഷമോ അതിൽ കൂടുതലോ ഉള്ള ആൾക്കാർ 2 വർഷത്തിനകം, അതായത് 1/9/2027 മുൻപ് ടെറ്റ് പരീക്ഷ പാസ്സാകണം. അതുവരെയുള്ള അവസരങ്ങൾ, അതായത് ഇനിയൊരു 3 അവസരങ്ങൾ കൂടിയാണ് ഉണ്ടാവുക. ആ 3 അവസരങ്ങൾ കൊണ്ട് പാസ്സായിട്ടില്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം നിർബന്ധിത വിരമിക്കൽ നേരിടേണ്ടി വരും. അതായത് അവർക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങളോടുകൂടി നിർബന്ധിത വിരമിക്കൽ നേരിടേണ്ടി വരും. അവർക്ക് ജോലിയിൽ തുടരാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ 5 വർഷത്തിൽ താഴെ മാത്രം വിരമിക്കാൻ ബാക്കിയുള്ള ആൾക്കാർക്ക് അവർക്ക് ടെറ്റ് ഇല്ലാതെ തന്നെ ജോലിയിൽ തുടരുന്നതിന് വേണ്ടി സാധിക്കും. പക്ഷേ ടെറ്റ് കിട്ടിയാൽ മാത്രമേ അവർക്ക് ഒരു പ്രമോഷന് അവസരം ഉണ്ടാവുകയുള്ളൂ. പ്രമോഷൻ ലഭിക്കണമെങ്കിൽ അവർക്ക് ടെറ്റ് നിർബന്ധമായിരിക്കും. ഇതിനു പുറമെ മറ്റൊരു കാര്യം കൂടി ഈ വിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ഇതുവരെ നെറ്റ്, സെറ്റ്, MEd, PhD, MPhil തുടങ്ങിയ ബിരുദമുള്ള ആൾക്കാർക്ക് ടെറ്റ് ആവശ്യമുണ്ടായിരുന്നില്ല. ടെറ്റ് എക്സാം എഴുതി പാസ്സാവേണ്ട കാര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു വിധിയോടുകൂടി ഇവർക്കും ടെറ്റില്ലാതെ അധ്യാപക ജോലിയിൽ തുടരാൻ വേണ്ടി സാധിക്കില്ല. ഇതിന് കാരണമായി സുപ്രീം കോടതി പറയുന്നത്, ടെറ്റ് എന്നത് കുട്ടികളുടെ മനഃശാസ്ത്രപരമായും അധ്യാപന ശേഷിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രൊഫഷണൽ യോഗ്യതാ പരീക്ഷയാണ്. ഇത് മറ്റ് അക്കാഡമിക് ബിരുദങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഇത് വിധിയിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞതാണ് ഈ വിധിയുടെ ഒരു രത്ന ചുരുക്കം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിലവിലുള്ള അധ്യാപകർക്കുള്ള ആശങ്കകളാണ്. ഇതിൽ പലതരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഇപ്പോഴുള്ള അധ്യാപകർ നേരിടേണ്ടി വരും. അത് നമ്മൾക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. നിലവിൽ ഏകദേശം 50,000-ഓളം അധ്യാപകരാണ് ടെറ്റ് പരീക്ഷ പാസ്സാവാതെ ജോലിയിൽ നിലവിലുള്ളത്. അതായത് 5 വർഷമോ അതിൽ കൂടുതലോ സർവീസ് ബാക്കിയുള്ളവരാണ് ഇവർ. ഇത്രയും പേർക്ക് ഒരിക്കലും 2 വർഷം കൊണ്ട് ടെറ്റ് പരീക്ഷ പാസ്സാൻ വേണ്ടി സാധിക്കില്ല. അത് 100% ഉറപ്പാണ്. അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്, ഇതുവരെയുള്ള ടെറ്റ് പരീക്ഷയുടെ മാക്സിമം വിജയ ശതമാനം എന്ന് പറയുന്നത് 20-നും 30-നും ഇടയിലാണ്. അത് 20%, 25%മാണ് ടെറ്റ് പരീക്ഷയുടെ ഓരോ പ്രാവശ്യത്തെയും വിജയ ശതമാനം. അതൊരിക്കലും കൂടാൻ സാധ്യതയില്ല. ഇനി എക്സാം എളുപ്പമാക്കി കഴിഞ്ഞാൽ അത് കൂടുമോ എന്നറിയില്ല. എങ്കിലും ഇതൊരു 30-ൽ കൂടുവാൻ സാധ്യതയില്ല. അത് ഒന്നാമത്തെ കാരണം. ഇനി ഇതിൽ തന്നെ 2023-ൽ നിലവിലുള്ള അധ്യാപകർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ടെറ്റ് എക്സാം നടത്തിയിരുന്നു. അതിൻ്റെ വിജയ ശതമാനം നോക്കുകയാണെങ്കിൽ അത് 9%-ൽ താഴെ മാത്രമാണ്. അതായത് നിലവിലുള്ള അധ്യാപകർ എക്സാം എഴുതിയപ്പോൾ ഈ വിജയ ശതമാനം വെറും 9%. ബാക്കിയുള്ള ഇപ്പോൾ പുതുതായി TTC BEd കഴിഞ്ഞ ആൾക്കാർ എഴുതിയത് കൊണ്ടാണ് ഓരോ പ്രാവശ്യം 20-നും 30-നും ഇടയിലൊക്കെ വിജയ ശതമാനം ഉണ്ടായിരുന്നത്. നിലവിലുള്ള അധ്യാപകർക്ക് വെറും 9%മാണ് അവരുടെ വിജയ ശതമാനം. ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ നിലവിലുള്ള അധ്യാപകർ എത്ര 2-ഓ 3-ഓ പ്രാവശ്യത്തെ എക്സാം എഴുതിയാൽ പോലും അതൊരു നിലവിലുള്ള 50,000-ൻ്റെ ഒരു ഏകദേശം 20% ആൾക്കാർ മാത്രമാണ് പാസ്സാവാനുള്ള സാധ്യത.
ഇങ്ങനെ നോക്കുമ്പോൾ മാക്സിമം ഒരു 20,000 അല്ലെങ്കിൽ 25,000 ആൾക്കാർ മാത്രമേ പാസ്സാവാൻ സാധ്യതയുള്ളൂ. എന്ന് പറഞ്ഞാൽ പകുതി 50,000-ൽ 25,000 അധ്യാപകർ ഒന്നുകിൽ വിരമിക്കുകയോ പുറത്തു പോവുകയോ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം വരും. ഇനി മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും അധ്യാപകർ 2012 മുതലുള്ള വിവിധ ടെറ്റ് പരീക്ഷകൾ ഓൾറെഡി എഴുതി അത് പാസ്സാവാതെ ഇരുന്ന കുറേ അധ്യാപകരുണ്ട്. നിരവധി തവണ എക്സാം എഴുതി പാസ്സാവാൻ സാധിക്കാത്ത അധ്യാപകരാണ് ഭൂരിഭാഗവും. ഇവർ ഇനി ഒരു 2-3 ചാൻസ് കിട്ടിയാൽ പാസ്സാവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതാണ് മറ്റൊരു പ്രശ്നം. ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നെറ്റ്, സെറ്റ് തുടങ്ങിയ എക്സാമുകൾ പാസ്സായി നിലവിൽ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ആൾക്കാർ ഇതുവരെ ടെറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ടാവില്ല. കാരണം ഇതുവരെ ഇത് ടെറ്റ് അവർക്ക് നിർബന്ധമില്ലായിരുന്നു. പൊടുന്നനെ ഒരു സുപ്രഭാതത്തിൽ ടെറ്റ് പരീക്ഷ എഴുതണം എന്ന് പറയുമ്പോൾ അവർ ഇതിന് പ്രിപ്പയർ ചെയ്ത് അടുത്ത 3 ചാൻസിൽ എക്സാം എഴുതി പാസ്സാവേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവർക്കും ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളാവുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഏതായാലും കേരള സർക്കാർ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ ഈ ഒരു വിധിയുടെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഹർജി അല്ലെങ്കിൽ പുനഃപരിശോധന ഹർജി കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളതായിട്ടാണ് പുതുതായി വന്നിട്ടുള്ള വിവരം. ഇത്തരം സുപ്രീം കോടതി വിധികളിൽ പുനഃപരിശോധന ഹർജി കൊടുത്തു കഴിഞ്ഞാൽ സാധാരണയായി അതിലൊരു മാറ്റം വരാൻ സാധ്യത കുറവാണ്. ഇനി എന്തൊക്കെയായാലും ഇതിൽ ചെറിയ രീതിയിലുള്ള ഇളവുകൾ അല്ലെങ്കിൽ ടെറ്റ്, സെറ്റ്, നെറ്റ് തുടങ്ങിയ ആൾക്കാർക്ക് ചെറിയ രീതിയിലുള്ള ഇളവ് കിട്ടാൻ വേണ്ടി സാധ്യതയുണ്ട്. പൊതുവെ ഈ വിധിയെ അപ്പാടെ മാറ്റിമറിക്കുന്ന ഒരു വിധി വരാൻ വളരെ സാധ്യത കുറവാണ്. ഇനി പുനഃപരിശോധന ഹർജി കൊടുത്താൽ പോലും ഏകദേശം 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ഇതിനൊരു വിധി, ഒരു ഫൈനൽ വിധി വരാൻ വേണ്ടി സാധ്യതയുണ്ട്. സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി നിലവിലുള്ള അധ്യാപകർക്ക് ഒരു ആശങ്കയായി തുടരുന്നതിനോടൊപ്പം നിലവിൽ റാങ്ക് ലിസ്റ്റിലുള്ള LPST, UPST ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു വൻ അവസരമായിട്ടാണ് തുറന്നു വരുന്നത്. ഏകദേശം 50,000-ഓളം അധ്യാപകർ ഇനി ടെറ്റ് പരീക്ഷ പാസ്സാവേണ്ടിയിരിക്കുന്നു. അതിൽ എങ്ങനെ പോയാലും ഏകദേശം 30,000-ഓളം അടുത്ത് വരുന്ന അധ്യാപകർക്ക് ഈ ടെറ്റ് പരീക്ഷയുടെ എന്ന കടമ്പ കടക്കാൻ വേണ്ടി സാധിക്കില്ല. ഇത് വലിയൊരു അവസരമാണ് പുതിയ PSC ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ തുറന്നു കൊടുത്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഇതുവരെ എക്സാം എഴുതി ഏകദേശം 10 വർഷത്തോളം എക്സാമുകൾ എഴുതി, ടെറ്റ് എക്സാം എഴുതി പാസ്സാവാൻ സാധിക്കാതിരുന്ന കുറേ അധ്യാപകർ ഇത് 2 വർഷം കാത്തു നിൽക്കുന്നതിന് മുമ്പ് തന്നെ സ്വയം വിരമിക്കലെടുത്ത് പോകാൻ സാധ്യതയുണ്ട്. നിലവിൽ LPST റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ വരാനിരിക്കുന്ന UPST റാങ്ക് ലിസ്റ്റിനും വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾക്കും ഇത് അവർക്ക് കിട്ടാനുള്ള ഒരു അവസരമായിരിക്കും. കാരണം 2 വർഷമാണ് ടെറ്റ് പാസ്സാകാനുള്ള ഗ്രേസ് പീരീഡ് കൊടുത്തിരിക്കുന്നത്. 2 വർഷത്തിനുള്ളിൽ പാസ്സായിട്ടില്ലെങ്കിൽ അവർക്ക് ഒന്നുകിൽ വിരമിക്കേണ്ടി വരും, അല്ലെങ്കിൽ സർക്കാർ അവർക്ക് ഒരു വിരമിക്കൽ ആനുകൂല്യങ്ങളോടുകൂടി പുറത്താക്കേണ്ടി വരും. എങ്ങനെയായാലും 2 വർഷത്തിനുള്ളിൽ ഇത് സാധ്യമാവും. ഈ 2 വർഷം ഇപ്പോൾ നിലവിൽ വന്ന LPST റാങ്ക് ലിസ്റ്റിന് 3 വർഷമാണ് കാലാവധി. അതുപോലെ റാങ്ക് ലിസ്റ്റ് ഇനി വരാനിരിക്കുന്ന UPST അവർക്കും അത് 3 വർഷം വരെ അതിൻ്റെ കാലാവധി ഉള്ളത് കൊണ്ട് തന്നെ കുറേയേറെ അവസരങ്ങൾ നിലവിലുള്ള LPST, UPST റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി നിലവിലുള്ള അധ്യാപകർക്ക് എന്തൊക്കെയാണ് സാധ്യതകൾ ഉള്ളത് എന്നുള്ളതാണ്. അവരുടെ മുന്നിലുള്ള സാധ്യതകൾ ഈ പുനഃപരിശോധന ഹർജി കൊടുത്ത് സുപ്രീം കോടതി ഈ വിധിയിൽ വല്ല മാറ്റവും വരുത്തുകയാണെങ്കിൽ അതായിരിക്കും ഒന്നാമത്തെ അവരുടെ ഒരു സാധ്യത. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു കൺകറൻറ്റ് ലിസ്റ്റിലുള്ളതായതിനാൽ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കൺകറൻറ്റ് ലിസ്റ്റിലുള്ളതായതിനാൽ കേന്ദ്ര സർക്കാർ ഒരു നിയമം പാസ്സാക്കിയാൽ അതിനായിരിക്കും പ്രയോറിറ്റി. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ കാര്യങ്ങൾ പഠിച്ച് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും നിയമം പാസ്സാക്കിയാൽ അത് അവർക്കൊരു അവസരമായിട്ട് വരും. ഈ 2 രീതിയിലാണ്, ഈ 2 അവസരങ്ങളാണ് നിലവിലുള്ള അധ്യാപകരുടെ മുന്നിലുള്ളത്. എന്തൊക്കെ തന്നെയായാലും കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും സുപ്രീം കോടതിയുടെ ആയാലും ഈ ഒരു വിധി എന്ന് പറയുന്നത് കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു വിധിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഈ ഒരു വിധി കൂടുതൽ തുറന്ന ചർച്ചകൾക്കും രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾക്കും വേദിയാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.